ഹോട്ടലിന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞെന്താ? നിന്റെ അച്ഛനോട് മിണ്ടി തുടങ്ങിയതിന് ശേഷമാണ് ഈ കൈലാസം. നിന്റെ മരണം എന്റെ കൈകൊണ്ടാവരുത്. മണിക്കുട്ടി കാവ്യാണ് വിളിച്ചതെന്ന് മുത്തിന് മനസ്സിലാവാഞ്ഞിട്ടാണ്. മോളുടെ ചേച്ചിമാര് കല്യാണം കഴിഞ്ഞ നമുക്കേറെ പ്രിയപ്പെട്ട 5 പേരാണ് നോമിനേഷൻ ലിസ്റ്റിലുള്ളത്. ഇതിൽ നിന്നും ഞങ്ങളുടെ അക്യൂല ഇന്നത്തെ ദി പോപ്പുലർ ആക്ടർ, ദ വിന്നർ ഈസ് 3, 2, 1. ഹോട്ടലിന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞെന്താ? നിന്റെ Aquila Finance Limited, ഞങ്ങളുടെ മോസ്റ്റ് പോപ്പുലർ ആക്ടർ. The award goes to Sergeant Surya for the serial Geeta Govindam. Geeta Govindam എന്ന സീരിയലിലെ മികവുറ്റ പെർഫോമൻസിന് എത്രയോ വർഷങ്ങളായിട്ട് നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സാജനാണ് ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നത്. ഇത് നൽകുന്നതിലേക്കായിട്ട് പ്രശംസാപത്രം നൽകാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഈ ഒരു അവാർഡിന്റെ സ്പോൺസർ കൂടിയായ അക്യൂല ഫിനാൻസ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ ജയകുമാർ സാറിനെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. അക്യൂല ഫിനാൻസ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് അദ്ദേഹം. ജയകുമാർ സാറാണ് വേദിയിലേക്ക് എത്തുന്നത്. അക്യൂല മോസ്റ്റ് പോപ്പുലർ ആക്ടർ ആണ് ഈ ഒരു കാറ്റഗറി. ആൻഡ് കേരള വിഷനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് വൈസ് പ്രസിഡന്റ് ഫോർ ദ കേരള വിഷൻ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജ്യോതികുമാർ സാറിനെ കൂടി വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ജ്യോതികുമാർ സാറിനെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുകയാണ്. വൈസ് പ്രസിഡന്റ് ഫോർ ദ കേരള വിഷൻ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആണ്. അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യുന്നു. സോ മോസ്റ്റ് പോപ്പുലർ ആക്ടർ ആണ്, എത്രയോ വർഷങ്ങളായിട്ട് ദ പോപ്പുലർ ആക്ടർ. ഞങ്ങളുടെ സ്വന്തം സാജൻ സൂര്യ. അവാർഡ് നൽകുന്നത് മാസ്റ്റർ ആണ്. മാസ്റ്റർ, ഐ റിക്വസ്റ്റ് യു ടു കൈൻഡ്ലി ഡു ദി ഓണർ പ്ലീസ്. മാസ്റ്റർ ആണ് സാജന് വേണ്ടിയുള്ള അവാർഡ് നൽകുന്നത്. പ്രശംസാപത്രം നൽകുന്നത് ഞങ്ങളുടെ ഈ കാറ്റഗറിയുടെ സ്പോൺസർ കൂടിയായ, ഞങ്ങളുടെ ഈ ഷോയുടെ സ്പോൺസർ കൂടിയായ അക്യൂല ഫിനാൻസ് ലിമിറ്റഡിന്റെ ദ മാനേജിംഗ് ഡയറക്ടർ ജയകുമാർ സാർ ആണ്. സർ പ്ലീസ്. കേരള വിഷന്റെ ആദരം ഞങ്ങളുടെ ഉപഹാരം നൽകുന്നത് ഞങ്ങളുടെ ജ്യോതികുമാർ സാർ, ദ വൈസ് പ്രസിഡന്റ് ഫോർ ദ കേരള വിഷൻ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ, അദ്ദേഹമാണ്. ഞങ്ങളുടെ മാസ്റ്റർ, ഞങ്ങളുടെ ടെലിവിഷൻ ഇൻഡസ്ട്രിയിലെ മമ്മൂട്ടിയാണ് കേട്ടോ ഈ നിൽക്കുന്നത്. കാരണം എത്ര വർഷം കഴിഞ്ഞാലും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ അമ്മൂമ്മയുടെ പോലും ഫേവറേറ്റ് ആയിരുന്നു സാജൻ ചേട്ടൻ. ഇപ്പം എൻ്റെ ഫേവറേറ്റ് ആണ്, എൻ്റെ അനിയത്തിയുടെ ഫേവറേറ്റ് ആണ്. ഇതെന്താണ് ഈ രഹസ്യം? ഒന്ന് പറഞ്ഞു തായോ പ്ലീസ്. ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ അമ്മൂമ്മയോടെ പഠിച്ചാണെന്ന്. അത് പറയാത്തത് ഭാഗ്യം അല്ല, സത്യമാണ്. കാരണം ഏത് ചാനലിന്റെ അവാർഡ് നൈറ്റിലെടുത്താലും സാജു ചേട്ടൻ ഒന്നി മികച്ച ആക്ടർ, അല്ലെങ്കിൽ പോപ്പുലർ ആക്ടർ, അല്ലെങ്കിൽ യൂത്ത് ഐക്കൺ. ഇത് എന്ന് മാറും? സത്യം പറയാം, ഇത് മാറാതിരിക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ യൂത്ത് ഐക്കൺ വാങ്ങിച്ച് മതിയായിട്ടില്ല. അല്ല, എന്താണ് ഈ നിത്യ യൗവനത്തിന്റെ രഹസ്യം? ഒന്ന് പറയണം ഞങ്ങളുടെ അടുത്ത്. ഒരു രഹസ്യമില്ല, നല്ല മനസ്സോടെ ജീവിച്ചാൽ മതി. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് ഈ അവാർഡ് ലഭിച്ചതിൽ. പ്രത്യേകിച്ച് ഇത് പ്രേക്ഷകരുടെ അവാർഡാണ്. കേരള വിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും, ഗീതാ ഗോവിന്ദത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കട്ടെ. പിന്നെ ഈ അവാർഡ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു പ്രചോദനമാണ്, അഭിമാനമാണ്. അതിൻ്റെ കൂടെ വിദ്യാധരൻ മാസ്റ്റർ പോലെ ഒരു ലെജൻഡിൻ്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങുമ്പോൾ അത് എൻ്റെ ഒരു പ്രാർത്ഥനയും എൻ്റെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. ഒരുപാട് നന്ദിയുണ്ട്. ഈ ഒരു വേളയിൽ എനിക്ക് തീർച്ചയായിട്ടും ഓർമ്മിക്കാനുള്ളത് ഗീതാ ഗോവിന്ദത്തിൻ്റെ ഏറ്റവും ആദ്യം ഓർമ്മിക്കേണ്ടത് ഞങ്ങളുടെ പ്രൊഡ്യൂസറെയാണ്, ബോബിയെ. കാരണം ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ടാണ് അദ്ദേഹം ഈ പ്രോജക്റ്റ് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഈ അവാർഡിൻ്റെ ഒരു ഒരു പ്രമുഖ പങ്ക് അദ്ദേഹത്തിന് എൻ്റെ ഡിവൈഡ് ചെയ്യുന്നു. കൂടെ എൻ്റെ ഡയറക്ടർ ജിതേഷിനും ഞങ്ങളുടെ ക്യാമറമാൻ മണിച്ചേട്ടനും, അതിൻ്റെ രണ്ട് റൈറ്റേഴ്സുണ്ട്, വിനിച്ചേട്ടനും ജോർജ് ഏട്ടനും. അതുപോലെ തന്നെ ഏറ്റവും വലിയ അവാർഡും അല്ലെങ്കിൽ ഈ അവാർഡിനെ കരസ്ഥമാക്കിയത് തീർച്ചയായിട്ടും എൻ്റെ പ്രേക്ഷകരാണ്, ഗീതാ ഗോവിന്ദത്തിൻ്റെ ലവേഴ്സാണ്. അവർക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കട്ടെ. നന്ദി, നമസ്കാരം.